ബൈക്ക് ടാക്സികൾ എപ്പോഴും അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് കേരളത്തിൽ അത് ബഹിഷ്കരിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കണ്ണടയ്ക്കുമ്പോ ട്രാക്ടർ കയറുന്ന മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടാവും. എന്നിട്ട് എനിക്ക് പേടിയാവുക, നീ കണ്ണു തുറക്കുമ്പോ ആ സിറ്റുവേഷനിലേക്ക് പോകുമെന്ന്. ജൂൺ 17 കോഴിക്കോട് കുന്നമംഗലം സ്വദേശിയായ സാനി കൃഷ്ണ ബാംഗ്ലൂരിൽ നിന്ന് തന്റെ ജോലി സ്ഥലത്തേക്ക് പോകാൻ റാപ്പിഡോടെ ബൈക്ക് ടാക്സി ബുക്ക് ചെയ്യുന്നത്. അത് ബുക്ക് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ധൈര്യമുണ്ട്, ഈ ആപ്പ് സ്ത്രീയായി എനിക്ക് പൂർണ്ണ സംരക്ഷണം തരും എന്നുള്ളത്. പക്ഷെ അവരൊരിക്കലും ചിന്തിച്ചിരുന്നില്ല താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകുന്ന ഇടയ്ക്ക് വെച്ചിട്ട് അവർക്ക് ഒരു വലിയ അപകടം അന്നേ ദിവസം സംഭവിക്കുമെന്ന്. ഇടയ്ക്കൊക്കെ റാപ്പിഡോ ബുക്ക് ചെയ്ത് പോകുന്ന ആളായിരുന്നു സാനി കൃഷ്ണ. എപ്പോഴത്തെയും പോലെ തന്നെ റാപ്പിഡോ ബുക്ക് ചെയ്തു. റൈഡർ ബൈക്കുമായിട്ട് എത്തി. പക്ഷെ അവർ പ്രൊവൈഡ് ചെയ്തിരുന്ന ഹെൽമെറ്റ് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ പക്കലുള്ളൊരു ക്വാളിറ്റി ഉള്ളൊരു ഹെൽമെറ്റ് സാനി കൃഷ്ണ ധരിച്ചിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സത്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയാൻ സാനി കൃഷ്ണ ജീവനോടുള്ളത് എന്ന് തന്നെ പറയാം. അങ്ങ് ബാംഗ്ലൂർ മാത്രമല്ല, ഇങ്ങ് കേരളത്തിലായാലും ചില ബൈക്ക് ടാക്സി ഡ്രൈവർമാർക്ക് ഒരു ധാരണയുണ്ട് അവരുടെ പുറകിലിരിക്കുന്നത് അവർക്ക് വേണ്ടപ്പെട്ട ആരുമാണോ എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് പുറകിലിരിക്കുന്ന ആളെ ഒരു തരത്തിലും പരിഗണിക്കാതെ അവർ ഒട്ടും കംഫർട്ട് ആക്കാതെ നിങ്ങൾക്ക് തോന്നിയപടി ബൈക്ക് ഓടിക്കുന്നത്. 2 ചക്രമേ ഉള്ളൂ അതിന്. ആ 2 ചക്രം വെച്ചിട്ട് നീയൊക്കെ ഈ റോഡിൽ കിടന്ന് കാണിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അതിന്റെ വരും ഭവിഷ്യത്തുകളൊക്കെ അനുഭവിക്കാൻ പോകുന്നത് ഇതുപോലുള്ള സാധാരണക്കാരായ മനുഷ്യന്മാരാണ്. അന്ന് ആക്സിഡന്റ് നടക്കുന്നതിന് മുന്നേ ബൈക്കിൽ ഇരുന്നു കൊണ്ട് സാനി കൃഷ്ണ ഡ്രൈവറോട് പറഞ്ഞിരുന്നു പതുക്കെ പോണം, കുറച്ചൊന്ന് സ്ലോ ആയിട്ട് പോണം. അയാൾ കേട്ടില്ല. അയാൾ അതേ സ്പീഡിൽ തന്നെ തുടർന്നു. തൊട്ടു മുമ്പിൽ കണ്ട ട്രാക്ടറെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. എന്താ സംഭവിച്ചത്? ബൈക്ക് സ്കിഡായി. എന്നിട്ട് ആരാ ട്രാക്ടറിന്റെ അടിയിലേക്ക് പോയത്? ആ ഡ്രൈവറാണോ? അല്ല. അയാളെ വിശ്വസിച്ച ബൈക്കിലേക്ക് കയറി ആ പാവം പെൺകുട്ടിയാണ് ആ ട്രാക്ടറിന്റെ അടിയിലേക്ക് കയറി. ട്രാക്ടറിന്റെ ബാക്കിലെ വലതുവശത്തെ ആ വീല് അവളുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി. അവളുടെ ഡിസ്ക് പൊട്ടി, 9 വാരിയെല്ലുകൾ പൊട്ടി, തോളെല്ല് പൊട്ടി, കരൾ, വൃക്ക എന്നീ അവയവങ്ങൾക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട്. അവളുടെ ചുണ്ട് മുറിഞ്ഞു, മുമ്പിലത്തെ പല്ല് പോയി. ഒരാളുടെ സഹായം ഇല്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ കഴിഞ്ഞ 3 മാസമായിട്ട് ആ പെൺകുട്ടി നരകിക്കുകയാണ്. ഇതുവരെ ചെലവായത് 21,70,000 രൂപയോളമാണ്. അതുമാത്രമല്ല എല്ലാ ആഴ്ചയിലും 15,000 രൂപ ചികിത്സയ്ക്കായിട്ട് വേണം. ഇതെല്ലാം അവർ എങ്ങനെ ഉണ്ടാക്കുന്നതാണ്? ഇതിൽ ഏറ്റവും ക്രൂരമായ അവസ്ഥ എന്താണെന്നറിയോ? റാപ്പിഡോയുടെ ഭാഗത്തു നിന്നും 1 രൂപ ചികിത്സാ ചെലവിന് വേണ്ടിയോ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് നിങ്ങൾക്ക് ചെലവായ പൈസ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ടോ റാപ്പിഡോ കൊടുത്തിട്ടില്ല. എന്തിനാ? ഒരു ആശ്വാസവാക്ക് പോലും പറഞ്ഞിട്ടില്ല. അവരുടെ ഭാഗത്തു നിന്നും വന്നൊരു മറുപടി മൈക്രോ ഇൻഷുറൻസ് ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാമെന്നാണ്. എന്നാൽ റാപ്പിഡോനെ വിശ്വസിച്ച് നിങ്ങളുടെ ഒരു പാർട്ട്ണറുടെ ബൈക്കിന്റെ പുറകിൽ ഇരുന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ച്, അതും ഇത്രയും വലിയൊരു ആക്സിഡന്റ് സംഭവിച്ച് 3 മാസത്തോളം കിടപ്പിലായി ഇപ്പോഴും മുഴുവനായിട്ടും റിക്കവർ ആവാത്ത ഒരു കുട്ടിയോട് ഇങ്ങനെയാണോ നിങ്ങൾ ബിഹേവ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇങ്ങനെയാണോ പരിഗണിക്കേണ്ടത്? അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായാല് അതിൽ ബാധിക്കപ്പെടുന്ന കസ്റ്റമർ ആരായിരുന്നാലും അവർക്ക് റാപ്പിഡോയുടെ ഭാഗത്തു നിന്നും ഒരു സിംഗിൾ മണി പോലും കിട്ടില്ല. എന്തിന്? ഒരു ക്ഷമാപണം പോലും നിങ്ങൾക്ക് കിട്ടില്ല. ഇതിലും വലിയ ക്രൂരത വേറെ ഉണ്ടോ? അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് കേരളത്തിലെ ബൈക്ക് ടാക്സികൾ നമ്മൾ ബഹിഷ്കരിക്കണം. കാരണം ചിലപ്പോൾ നാളെ ഇത് സംഭവിക്കുന്നത് നമുക്കായിരിക്കാം, നമ്മുടെ ഫാമിലിക്കായിരിക്കാം, നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഉള്ളവർക്കായിരിക്കാം. ആർക്കായിരുന്നാലും അവർക്കുണ്ടാകുന്ന ഈ ഒരു അവസ്ഥ അവരും അവരുടെ ഫാമിലിയും ഒറ്റയ്ക്ക് തരണം ചെയ്യേണ്ടി വരും. കാരണം ഇതുപോലുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ ഭാഗത്തു നിന്നും നമുക്ക് യാതൊരുവിധ സഹായവും കിട്ടില്ല. പിന്നെ എന്തിനാണ് നമ്മൾ നമ്മുടെ ജീവിതം റിസ്ക് എടുക്കുന്നത്? നിങ്ങൾക്കൊരു അത്യാവശ്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറഞ്ഞ പൈസക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇവിടെ ഓട്ടോ സർവീസ് ഉണ്ട്. ഇല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കാറുകളുണ്ട്. ഇല്ല അതും പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. ഇതെല്ലാം വിട്ടിട്ട് ഇവന്മാരെ പോലുള്ളവരുടെ ഇതുപോലുള്ള എരണം കിട്ട സർവീസുകൾ നമ്മൾ എന്തിനാണ് സ്വീകരിക്കുന്നത്? പൈസ ലാഭിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ നശിച്ചെന്ന് വരും. അത് മറക്കരുത്. കുറെ നാളുകൾക്ക് മുന്നേ ഞാൻ ഊബർ വിളിക്കാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് ആദ്യമായിട്ട് ഊബറിന്റെ ബൈക്ക് ടാക്സി സർവീസ് ഉണ്ട് എന്ന് കാണുന്നത്. എന്തായാലും ഒന്ന് പരീക്ഷ കളയാന്ന് കരുതിയിട്ട് ഞാൻ അയാളെ വിളിച്ചു. ഒരുപാട് സമയം എടുത്തിട്ടാണെങ്കിലും അയാൾ വന്നു. പക്ഷെ വന്ന ആള് നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആ ബൈക്ക് യാത്ര തുടങ്ങി അവസാനിക്കുന്നത് വരെയും ഞാൻ അനുഭവിച്ചൊരു മാനസിക സമ്മർദ്ദമുണ്ട്. കാരണം അത്രയും സ്പീഡായിട്ട് മദ്യപിച്ച ഒരാൾ പോവുകയാണ്. സ്വന്തം സുഹൃത്തിനെയും ബന്ധുവിനെ ആയാൽ പോലും ഇങ്ങനെയൊന്നും കൊണ്ടുപോകരുത് സുഹൃത്തെ. അത് നിങ്ങൾ മദ്യപിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സർവീസിന് ഇറങ്ങാതിരിക്കുക. ഇത് എനിക്കുണ്ടായ അനുഭവം മാത്രം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അതല്ലാതെ തന്നെ ബൈക്ക് ടാക്സി ഓടിക്കുന്ന പലയിടത്തു നിന്നും മോശമായ അനുഭവങ്ങൾ വരെ കിട്ടിയ ആളുകളുണ്ട്. പക്ഷെ ആരും തുറന്നു പറയുന്നില്ല. അത് അത്രയല്ലേ ഉള്ളൂ. അത് ആ സമയം കഴിഞ്ഞില്ലേ എന്ന് കരുതി വിടുന്നതാണ്. പക്ഷെ ഇതുപോലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ പേടിയാണ്. അല്ല, ഇത് അവർ വരുത്തി വെച്ച അപകടമാണ്. ഈ റാപ്പിഡോ എന്ന് പറയുന്ന കമ്പനിയല്ലേ ഈ ഡ്രൈവറെ നിയമിച്ചിരിക്കുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് നല്ലൊരു ഡ്രൈവറാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടല്ലേ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇറക്കി വിടേണ്ടത്. റാപ്പിഡോ എന്ന് പറയുന്ന ആപ്പില് ഒരു ഡ്രൈവറായിട്ട് നമുക്ക് ഓൺ ബോർഡ് ചെയ്യാൻ വെറും 5 മിനിറ്റ് മതി. ഈ അപകടപ്പെട്ട സാനി കൃഷ്ണ എന്ന് പറഞ്ഞ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ഫാമിലിയും സുഹൃത്തുക്കളും എല്ലാം റാപ്പിഡായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ല. ജസ്റ്റ് വെറുതെ ഒന്ന് ഒരു എൻക്വയറി നടത്തിയതുപോലെ സംസാരിച്ചു, അവർ കയ്യം കൊഴിഞ്ഞു. അവരുടെ ഭാഗത്തു നിന്ന് വന്ന മറുപടി ഇതാ ഡ്രൈവർ വരുത്തി വെച്ച അപകടമാണ്, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒന്നും ചെയ്താൻ സാധിക്കില്ല, നിങ്ങൾക്ക് ഇൻഷുറൻസ് അല്ലാതെ. നിനക്കൊക്കെ ഉളുപ്പുണ്ടോടാ? ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങി ജനങ്ങളെ കൊല്ലാൻ നടക്കാൻ നിനക്കൊക്കെ ഉളുപ്പുണ്ടോ? ഞാൻ അവസാനമായിട്ട് പറയുകയാണ്, ജനങ്ങളെ നിങ്ങളാണ് ഇനി തീരുമാനിക്കേണ്ടത്. ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് കമ്പനികൾ നമ്മുടെ
ഇവിടെ കേരളത്തിൽ വേണോ? കാരണം നാളെ നമുക്കോ നമ്മുടെ ഫാമിലിക്കോ ആണ് ഇതുപോലുള്ള അപകടം സംഭവിക്കുന്നതെങ്കിൽ ഇവന്മാരൊക്കെ കയ്യും കഴുകി ആ വശത്തൂടെ അങ്ങ് പോകും, തിരിഞ്ഞു പോലും നോക്കൂല. ഇവരുടെ ഭാഗത്തു നിന്നും ഒരു സഹായം ഉണ്ടാവില്ല, നല്ല വാക്ക് പോലും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, റാപ്പിഡോ മാത്രമല്ല എല്ലാ ബൈക്ക് ടാക്സികളും ഈ കേരളത്തിൽ ബഹിഷ്കരിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക.